കമ്മീഷൻ നിങ്ങൾ അങ്ങോട്ട് വിളിപ്പിച്ചതായിരുന്നു. നിങ്ങൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനിൽ ഒരു കേസ് കൊടുക്കാന്ന് പറഞ്ഞാല് അവർ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ന്യായവും കൂടെ ഒന്ന് നോക്കണ്ടേ? ഇതൊന്നും ചെയ്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതേ നിങ്ങൾ അങ്ങോട്ട് വിളിപ്പിച്ചതാണ് എസ് സി കമ്മീഷൻ അല്ലേ? അങ്ങോട്ട് വിളിച്ചതാണ്. അങ്ങോട്ട് വിളിപ്പിച്ചതിന് ശേഷം ഇത്രയും നേരം നിർത്തിയതിനു ശേഷം വളരെ മോശം രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായതിനു ശേഷം എന്തെങ്കിലും ഒരു നടപടി എസ് സി കമ്മീഷൻ എടുത്തോ നാളിതുവരെ? ഇല്ല, അല്ല, മെനഞ്ഞാന്നായിരുന്നു ഇതിന്റെ ഇത്. മെനഞ്ഞാന്ന് വൈകുന്നേരമായിരുന്നു ഉച്ചയ്ക്ക്. ശേഷം എന്താണ് അവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാണ് വിട്ടത്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എസ് സി കമ്മീഷന്റെ ഒരു ഹിയറിംഗ് മെനഞ്ഞാന്നാണ് കഴിഞ്ഞത്. ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം അത് കേരളത്തിൽ വലിയ തോതിലുള്ള ഒച്ചപ്പാടും ചർച്ചകളും വിവാദവും ഒക്കെയായി. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പൊതുസമൂഹം നിൽക്കുകയും ആ അർത്ഥത്തിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പിൽ ആരെങ്കിലുമോ നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ഉറപ്പ് നൽകുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരൊറ്റ വ്യക്തികൾ പോലും വിളിച്ചിട്ടില്ല. ഈ DME ഓഫീസിലെ മൊഴി പോലും ഞാൻ ഈ ഹിയറിംഗിൽ ചെന്നിട്ട് അവിടെ അവർ ഏൽപ്പിച്ചിട്ട് പോയ റിപ്പോർട്ടാണിത്. അവിടുന്ന് വാങ്ങിച്ച് ഫോട്ടോ കോപ്പി എടുത്ത റിസൾട്ടാണിത്. അല്ലാതെ നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഒന്നും അറിയാൻ പറ്റില്ല. കാരണം അന്ന് DME ഓഫീസിൽ ചോദിച്ചപ്പോഴേ അവര് പറഞ്ഞത് ഗവൺമെന്റ് നേരിട്ട് അയച്ചു കൊടുക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. ശരി. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും ബന്ധപ്പെട്ട വകുപ്പുകളിലൊക്കെ ഉണ്ടായി എന്ന് ഭാഗികമായാലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഭാഗികമായെങ്കിലും ആ റിപ്പോർട്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം ഈ വീഴ്ചയ്ക്ക് കാരണമായവർക്കെതിരെ ഒരു നടപടിക്കും അതിനകത്ത് ശുപാർശ ചെയ്യുന്നില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ബന്ധപ്പെട്ട വീഴ്ചകൾ ഉണ്ടായ ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് സാധ്യതയുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല 100% അങ്ങനെ അവർ നടപടി എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വീഴ്ച സംഭവിച്ചു, പക്ഷെ അവരിനി ചെയ്യാൻ തീരുമാനിച്ചത് കാത്ത് ലാബിന്റെ കുറവുണ്ട്, അത് ശരിയാക്കണം. പിന്നെ അതേപോലെ ഡോക്ടേഴ്സിന് കൗൺസിലിംഗ് കൊടുക്കണം, സ്റ്റാഫിന് സ്കിൽ ലേണിംഗ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ ഒരു സജഷൻസും പറഞ്ഞിട്ടില്ല. അതായത് നഷ്ടം സംഭവിച്ചത് വേണുവിന്റെ കുടുംബത്തിന് മാത്രമാണ്. ആ വേണുവിന്റെ കുടുംബത്തിന് എന്ത് ചെയ്യണം എന്നുള്ള അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നീക്കം? എങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ കുടുംബം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇത് ഇങ്ങനെ മുമ്പ് എന്തായാലും റിസൾട്ട് ഇപ്പൊ റിപ്പോർട്ട് വന്നാൽ എന്തായാലും അനുകൂലമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഞാൻ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളാണ്, 2 പേരും പഠിക്കുക, ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കും. ഞാൻ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ ജനുവരി 5 ആയപ്പോൾ 2 മാസമായി. ഇതുവരെ ആരും തിരക്കിയിട്ടില്ല. ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ കഴിയുവാണ് ഇപ്പോഴും. ഏറ്റവും വേദനാജനകമാണിത്. കാരണം ഒരു കുടുംബത്തിന് ഇങ്ങനെ സംഭവിക്കരുത് ഇങ്ങനെ. ശരി, നന്ദി ശ്രീമതി സിന്ധു പ്രതികരിച്ചതിന്. എന്തായാലും അവർക്കുണ്ടായ വലിയൊരു ദൗർഭാഗ്യകരമായ ദുരനുഭവത്തിന്റെ കാര്യം കൂടി അവർ വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം SC കമ്മീഷൻ അവരെ നേരിട്ട് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. ഒരു അദാലത്തായിരുന്നു അത്. അങ്ങനെ ഉച്ചവരെ അവർ കാത്തിരുന്നതിന് ശേഷം റിട്ടയർ ചെയ്ത വളരെ പ്രധാനപ്പെട്ട SC കമ്മീഷന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇവരോട് ചോദിക്കുകയാണ്, ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? ഇപ്പോൾ ഹൃദയസ്തംഭനം മൂലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കിടന്ന് മരിച്ചതാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ, അങ്ങനെ ഹൃദയസ്തംഭനം ഉണ്ടായി അവരെ രക്ഷപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്ന് ഒരു സർക്കാർ സർവീസിൽ തന്നെ ഇരുന്ന് റിട്ടയർ ആയ SC കമ്മീഷണർ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ലിജോ തുടരുന്നുണ്ട്. ലിജോ, ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ലിജോ കൂടി കേട്ട് കാണും. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഭാഗികമായെങ്കിലും വീഴ്ച സമ്മതിക്കുന്നുണ്ടെന്നാണ്. അവരുടെ പരിമിതമായ ഒരു അവസ്ഥ വെച്ചാണ് അവർ ആ റിപ്പോർട്ട് വായിച്ചത്. അപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഉള്ളടക്കം കണ്ട ഒരാളാണ് ലിജോ. അപ്പോൾ അതിനകത്ത് ഭാഗികമായി സമ്മതിക്കുന്നുള്ളൂ. ഈ റിപ്പോർട്ട് വെച്ച് ഈ കുടുംബത്തിന് ഏതെല്ലാം അർത്ഥത്തിൽ നീതി ലഭിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമുണ്ട്?
സൈഫുദ്ദീൻ, ഈ റിപ്പോർട്ട് 6 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. അതിലെ ഓരോ പേജിലും ആ കാര്യം ഇവർ എവിടെയൊക്കെ പരിശോധന നടത്തി എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം അവരുടെ ഫൈൻഡിങ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഈ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. കൃത്യമായി ബുള്ളറ്റ് പോയിന്റ്സിൽ ഓരോ വീഴ്ചകളെ സംബന്ധിച്ചും കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെ ഏതൊക്കെ ആശുപത്രികളിൽ ഏതൊക്കെ തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യം എന്തായാലും അന്വേഷണ റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. വസ്തുതകൾ ഇല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ നിയോഗിച്ച ഒരു സംഘം ആരോഗ്യവകുപ്പ്, അതായത് ആ ഒരു സംവിധാനത്തിനെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് നമുക്ക് ആർക്കും കരുതാൻ കഴിയില്ല. സാധാരണയായിട്ടൊക്കെ വരുന്ന ഇത്തരത്തിൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ ആ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ആശുപത്രികൾക്കൊക്കെ അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ രേഖകളും കൃത്യമായ വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗികമായി എന്ന് പറയാൻ സിന്ധു പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു റിപ്പോർട്ടിൽ ഒരു വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച എവിടെ സംഭവിച്ചു, അതിലെന്ത് നടപടി എടുക്കണം എന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒരു റിപ്പോർട്ട് അത് പൂർണ്ണമാവുകയുള്ളൂ. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് തീർച്ചയായും അപൂർണം തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഗുരുതര അവസ്ഥയിലാണ് ഈ വേണുവിനെ അവിടെ എത്തിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ വേണുവിനെ ICUവിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായിട്ടില്ല? മെഡിക്കൽ വാർഡിലാണ് രോഗിയെ കിടത്തുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മെഡിക്കൽ വാർഡിലേക്കൊക്കെ എത്രത്തോളം ആളുകളാണ് ദിവസേന വന്ന് നിറയുന്നത്, എത്രത്തോളം മികച്ച ചികിത്സ അവിടെ ലഭിക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുമ്പോഴാണ് ഹൃദയ സംബന്ധമായ അസുഖത്തിൽ വന്ന ഒരാളെ ആ മെഡിക്കൽ വാർഡിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവിടെ ചികിത്സ കിട്ടാൻ വൈകി എന്നുള്ള ഒരു ഫൈൻഡിങ്സ് എന്തായാലും ഈ 4 അംഗ സംഘം, ഈ 4 പേരെന്ന് പറയുന്നത് തീരെ താഴെക്കിടയിലുള്ള ഡോക്ടർമാരൊന്നുമല്ല. ഒരാളെന്ന് പറയുന്നത് DMEയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, മറ്റൊരാളെന്ന് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ ഈ കണ്ടെത്തലുകൾ നടത്തിയെങ്കിൽ അവർക്കെതിരെ എടുക്കേണ്ട നടപടിയാണ് ഏറ്റവും രസകരമായി ഒരുപക്ഷെ തോന്നുന്നത്. കൂട്ടിരിപ്പുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജീവനക്കാർ സംസാരിക്കാൻ പറയണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കൊടുക്കണം. മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ രോഗികളോട് കൂടുതൽ നന്നായി പെരുമാറണം. ഈ പെരുമാറ്റം കൊണ്ട് മാത്രം ഈ അസുഖമായി വരുന്ന ആളുകൾക്ക് സുഖം ലഭിക്കുമോ, അല്ലെങ്കിൽ അസുഖം മാറുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ആ റിപ്പോർട്ടിനുണ്ട്. മാത്രമല്ല അത് അപൂർണമാണെന്ന് കൂടി ലിജോ പറയുന്നു. ഒപ്പം തന്നെ വലിയ വീഴ്ചകളും അനാസ്ഥകൾക്കും ഒടുക്കമാണ് വേണുവിന്റെ മരണം സംഭവിച്ചത്. അതിനുശേഷം ഉണ്ടായ വീഴ്ചയും അനാസ്ഥയും അത് വേറെ തന്നെ കാണണം. 2 മാസത്തോളമായി വേണു മരിച്ചിട്ട് വലിയ ചർച്ചകളും വിവാദങ്ങൾക്കും ഒക്കെ ഇടവരുത്തിയ ഒരു മരണം കൂടിയായിരുന്നു. അതിനുശേഷം ഇന്നേ വരെ ആ കുടുംബത്തെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരാൾ വിളിച്ചാശ്വസിപ്പിക്കുകയോ സമാധാനിപ്പിക്കുകയോ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മെനഞ്ഞാന്ന് SC കമ്മീഷൻ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചവരെ അപമാനിക്കുകയും ചെയ്തതിന്റെ ഒരു സങ്കടകരമായ ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് ലിജോ നൽകിയത്.